ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ കുറിച്ച് തന്നെ പറയാൻ വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതായത് നമുക്കൊരു മനസ്സേ ഉള്ളൂ അല്ലേ? പക്ഷേ ഈ മനസ്സിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ്. രണ്ട്, ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. ബോധമനസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ അതുപോലെ തന്നെ ഉൾക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് ബോധമനസ്സെന്ന് പറയുന്നത്. നമ്മൾ ചുറ്റുപാടും എന്തൊക്കെയാണോ കാണുന്നത്, നമ്മളിപ്പോൾ ഒരു പാർക്കിൽ പോയെന്ന് വെച്ചോ, നമ്മൾ പാർക്കിൽ പോകുമ്പോൾ എന്തൊക്കെ കാണും? ഊഞ്ഞാൽ കാണും, അല്ലെങ്കിൽ പൂന്തോട്ടങ്ങൾ കാണും. അങ്ങനെ എന്ത് കാണുന്നോ അതിനെയെല്ലാം അതേ രീതിയിൽ തന്നെ ആസ്വദിക്കുകയും നമ്മൾ മനസ്സിലേക്ക് ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പം അതാണ് ബോധമനസ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ ബോധമനസ്സിൻ്റെ നിർദ്ദേശങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് ഉപബോധ മനസ്സ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് ബോധമനസ്സിനെ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത് അതിനെ അതേ രീതിയിൽ തന്നെ നോക്കിക്കാണാൻ സഹായിക്കുന്നതാണ് ബോധമനസ്സ്. എന്നാൽ ഉപബോധ മനസ്സാകട്ടെ അതിന് ചുറ്റുമുള്ള ചുറ്റുപാടുകളെ നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ള രീതിയിലായിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക. അതായത് ഉപബോധ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളുടെ ഇരിപ്പിടമാണ്. അതായത് ബോധമനസ്സ് നമ്മൾ ഉറങ്ങുമ്പോൾ ഒന്നും അറിയുന്നില്ല, പക്ഷേ അപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഉപബോധ മനസ്സ്. അതായത് ഉപബോധ മനസ്സിന് ശരീരം വിട്ട് വിദൂര സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ഉപബോധ മനസ്സ് എപ്പോഴും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാറുണ്ട്. മാനസിക നിർദ്ദേശങ്ങളാൽ നിയന്ത്രിതമാണത്. ഉപബോധ മനസ്സ് എല്ലാ നിർദ്ദേശങ്ങളെയും സ്വീകരിക്കുമെന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കണം. അത് നിങ്ങളുമായി തർക്കിക്കുന്നില്ല, നിങ്ങളുടെ അഭിലാഷങ്ങളെ നിറവേറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം വിശ്വാസത്തിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയുന്ന ചിന്തകളാണ്. നിങ്ങളുടെ വിശ്വാസങ്ങളെയും നിങ്ങൾ എന്താണോ നല്ല രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതെല്ലാം ഉപബോധ മനസ്സ് സ്വീകരിക്കും. അതായത് നിങ്ങൾ എന്താണാവോ ചിന്തിക്കുന്നത്, അത് നല്ലതായാലും ചീത്തയായാലും, അതായത് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് എങ്കിലും അതല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നതെങ്കിലും അതിനെ സ്വീകരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ വിശ്വാസം, ആ വിശ്വാസത്തെ അതേപോലെ തന്നെ ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നു. അവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരവസ്ഥയും അനുഭവവും സംഭവവുമായി വരികയും ചെയ്യുന്നു. ആശയങ്ങൾ വൈകാരികാനുഭവങ്ങളിലൂടെ ഉപബോധ മനസ്സിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നു. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. കപ്പലിലെ യജമാനനാണ് കപ്പിത്താൻ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് എൻജിൻ മുറിയിലെ തൊഴിലാളികൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അവർ അനുസരിക്കുന്നു. അവർ സത്യത്തിൽ അറിയുന്നത് പോലുമില്ല തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവർ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നുവെന്ന് മാത്രം. അവിടെ അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾ തെറ്റായ നിർദ്ദേശങ്ങളാണ് എങ്കിൽ അവർ പാറക്കെട്ടുകളുടെ നേരെ കപ്പലോടിക്കും. എൻജിൻ മുറിയിലെ മനുഷ്യർ അയാളെ അനുസരിക്കുന്നത് അയാൾ അവരെ നിയന്ത്രിക്കുന്ന ആളായതുകൊണ്ടാണ്. അവർ കപ്പിത്താനോട് തിരിച്ചൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബോധമനസ്സിൻ്റെ സ്ഥിതിയും. ബോധമനസ്സ് കപ്പിത്താനാണ്, നിങ്ങളുടെ കപ്പലിൻ്റെ തലവനാണ്. നിങ്ങൾ സത്യമായി സ്വീകരിച്ച വിശ്വാസത്തിൻ്റെയും മറ്റ് ആത്മനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ നൽകുന്ന ആജ്ഞകളെ ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നു.
മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ, നിങ്ങൾ എന്താണാവോ ചിന്തിക്കുന്നത്, നിങ്ങളെപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് ആവർത്തിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അത് കഴിച്ചാൽ നിങ്ങൾക്ക് ശരിയാവില്ല, അല്ലെങ്കിൽ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകും എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വയറ്റിന് ശരിയാവില്ല എന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ പക്ഷെ ആഗ്രഹമുണ്ട്, അത് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെന്താണ് ഇത് മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഞാനിത് കഴിച്ചാൽ എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ ബോധമനസ്സ് എന്ത് നിർദ്ദേശമാണോ ഉപബോധ മനസ്സിൽ നിൽക്കുന്നത് അതങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങൾ ആ ഭക്ഷണ സാധനം കഴിക്കുകയും ചെയ്യും. അതുമൂലം നിങ്ങൾക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവുകയോ അല്ലെങ്കിൽ വയറ്റിന് പ്രശ്നം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യും. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? നമ്മുടെ ബോധമനസ്സ് എന്ത് നിർദ്ദേശമാണോ ഉപബോധ മനസ്സിന് നൽകുന്നത് അതങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്നല്ലേ? അതായത് നിങ്ങൾക്ക് രോഗത്തിൽ നിന്നും മുക്തിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ നിശബ്ദനാകുക, നല്ല ഫ്രഷ് മൈൻഡോടുകൂടി ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. എന്നിട്ട് മനസ്സിൽ പറയുക, എൻ്റെ രോഗം മാറിയിരിക്കുന്നു, എനിക്ക് രോഗശമനം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ 3-4 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ നമ്മളിതെല്ലാം ചെയ്തിട്ടും വീണ്ടും വീണ്ടും ഇല്ല, എൻ്റെ രോഗമൊന്നും മാറുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എങ്കിൽ അത് വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെയായിരിക്കും തുടരുക, വീണ്ടും വഷളാവുക മാത്രമേ ചെയ്യുകയുള്ളൂ. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രം, നിങ്ങൾ എന്താണോ ബോധമനസ്സിലൂടെ ഉപബോധ മനസ്സിന് നൽകുന്നത് അതായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടണമെന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകണമെന്നോ അങ്ങനെ എന്തു തന്നെ ആയാലും നിങ്ങളുടെ ബോധമനസ്സിൽ നിന്നും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എന്ത് സന്ദേശമാണോ ലഭിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.